ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു അടിപൊളി BB ക്രീം ലുക്കാണ്, അത് വെഡ്ഡിങ് ഗസ്റ്റ് ലുക്കാണ്. എല്ലാവരും വീഡിയോ കാണുക, കണ്ടിഷ്ടപ്പെട്ടത് എന്താണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മുടെ സ്കിൻ പ്രെപ്പാണ്. ഏതൊരു മേക്കപ്പിന് മുമ്പേ സ്കിൻ പ്രെപ്പ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് മുടിയൊക്കെ ഒന്ന് പൊക്കി കെട്ടി വെച്ചിട്ട് നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ജോസിൻ്റെ ഒരു ലിപ് ബാമാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. ഞാൻ കുറച്ച് നാളുകൊണ്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്, നല്ലതാ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ അല്ലേ? ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ഐസ് ക്യൂബ് ഞാൻ മുഖത്ത് പോയി റോൾ ചെയ്യും. അത് നല്ലതാണ്, നമ്മുടെ പോർട്സ് ക്ലോസ് ചെയ്യാനും നമ്മുടെ ഐസൊക്കെ പഫിനെസ് ഉണ്ടെങ്കിൽ അത് മാറാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ അത് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ടോണറാണ്. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ലോട്ടസിൻ്റെ ഒരു ടോണറാണ്, പോർ ടൈറ്റനിങ് ഫേസ് ടോണർ, കുക്കുംബർ ആൻഡ് ആലോവേര. അപ്പോൾ ജസ്റ്റ് നമുക്കതൊന്ന് സ്പ്രേ ചെയ്യാം. ഓക്കെ, നന്നായിട്ട് ഡാമ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഒരു വെഡ്ഡിങ്ങിനൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ പോകണമെങ്കിൽ പ്ലീസ് ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യാൻ മാക്സിമം നോക്കുക. അപ്പം നല്ലൊരു എഫക്റ്റ് ചെയ്യുന്നുണ്ട്, മേക്കപ്പ് നന്നായിട്ട് ഗ്ലൈഡ് ആവും. ഞാനിപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. തലേ ദിവസം മാക്സിമം റിമൂവ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോൺ. നെക്സ്റ്റ് വി ആർ യൂസിങ് എ മോയ്സ്ചറൈസർ. വാസ്ലിൻ്റെ ഗുവാഷ എന്ന് പറഞ്ഞിട്ടൊരു ഗ്ലൂട്ടാഹയ എന്ന് പറഞ്ഞിട്ടൊരു സെറമിൻ ലോഷൻ മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് നാളുകൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് സ്യൂട്ട്സ് മീ വെൽ. എൻ്റെ ഒരു മോസ്റ്റ്ലി ഒരു കോമ്പിനേഷൻ സ്കിന്നാണ് എൻ്റെ ഒരു സ്കിന്ന്. അപ്പോൾ മോയ്സ്ചറൈസർ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് ഞാൻ ഒരു അണ്ടർ ഐ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ്സ് അരോമ മാജിക് അണ്ടർ ഐ ജെൽ. അപ്പം നമ്മുടെ അണ്ടർ ഐ മേക്കപ്പൊക്കെ നന്നായിട്ടിരിക്കാനും. ഓക്കെ, യു ക്യാൻ സീ എനിക്ക് നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ കവർ ചെയ്യണം. അപ്പം ഒരു ബേസ് എന്നുള്ള രീതിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ ഇവിടെ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ ഭയങ്കര മഴയാണ്. എപ്പോഴാ പെയ്യാ കറണ്ട് പോവോ ഒന്നും അറിഞ്ഞൂടാ. ഇത് തീരുന്നവരെ കറണ്ട് പോവാതിരുന്ന ഭാഗ്യം. ഓക്കെ, ഡൺ. ഇനി അടുത്തത് എന്താണ്? നമ്മുടെ പ്രൈമറാണല്ലേ. ഇപ്പം പകൽ സമയത്തൊക്കെ നല്ല വെയിലുള്ള സമയം കാണും, അപ്പോഴൊക്കെ നമ്മുടെ മേക്കപ്പ് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കണം. അപ്പോൾ പ്രൈമർ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ, ഒരുപാട് വേർക്കുന്ന സ്വെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രൈമർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെപ്പോഴും നമ്മൾ സ്വെറ്റ് ചെയ്യുന്ന ഈ കണ്ണിൻ്റെ താഴെ, ഈ ചുണ്ടിൻ്റെ ഇവിടെയൊക്കെ, ഈ മൂക്കിൻ്റെ ഇവിടെയൊക്കെ നന്നായിട്ട് സ്വെറ്റ് ചെയ്യും ഇവിടെയൊക്കെ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പ്രൈമർ അപ്ലൈ ചെയ്യണം. പ്രൈമർ പല റേഞ്ചിലുള്ളതുണ്ട് കേട്ടോ. ഈവൻ നല്ല പ്രൈസ് കുറഞ്ഞത് മുതൽ നല്ല ഹൈ റേഞ്ചിലുള്ള പ്രൈമേഴ്സ് വരെ ഉണ്ട്. ഈ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ നല്ല ഹൈ റേഞ്ചിലുള്ള പ്രൈമേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ നല്ല സൂപ്പർ അഫോർഡബിൾ ആയിട്ടുള്ള ഇൻസൈറ്റിൻ്റെ ഒരു പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. പോർ മിനിമൈസർ പ്രൈമറാണ് ഇത്. അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു പ്രൈമറാണ്. അപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണ് ആവശ്യം അവിടെയൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എനിക്ക് കൂടുതൽ സ്വെറ്റ് ചെയ്യുന്ന ഏരിയാസിലാണ് ഞാൻ ഇടുന്നത്. ഇനി അടുത്തത് എൻ്റെ ഡാർക്ക് സർക്കിൾസ് കവർ ചെയ്യണമല്ലേ. അപ്പോൾ കറക്റ്റാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ സ്കിൻ ടോണിനെ കാട്ടി അണ്ടർ ടോൺ ആയിട്ടുള്ളൊരു കൺസീലറാണ് ഇത്. നമ്മുടെ ഇൻസൈറ്റിൻ്റെയാണ്. 100 രൂപീസിന് താഴെയാണ്. അടിപൊളിയാണ്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് മീഡിയം യെല്ലോ, NC5 മീഡിയം യെല്ലോ ആണ് എൻ്റെ ഷെയ്ഡ്. അപ്പോൾ നമുക്ക് അണ്ടർ ഡാർക്ക്നെസ് ഉള്ള എല്ലാ സ്ഥലത്തും നമുക്കിത് അപ്ലൈ ചെയ്യാം. നല്ല കവറേജ് കിട്ടും കേട്ടോ. ഇപ്പം ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഇത് യൂസ് ചെയ്യാം. ഞാൻ ചിലപ്പോൾ ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്യും. പിന്നെ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഐ പ്രിഫർ ഈ ഒരു കൺസീലറാണ്, നമ്മുടെ ഒരു ഡാർക്ക് ഷെയ്ഡ് കൺസീലർ.
നമ്മുടെ ചുണ്ടിൻ്റെ ഏരിയാസിലൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന പോൺസിൻ്റെ BB+ ക്രീമാണ്. എൻ്റെ ഷെയ്ഡ് തന്നിട്ട് ഇവിടെ ഐവറിയാണ് കേട്ടോ. ഐവറി ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു സ്ട്രോപ്പ് ക്രീം കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. ഒരു മാർസിൻ്റെ ഇലുമിനാറ്റി ബേസ് ആണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. കണ്ടോ, നല്ലൊരു ഗ്ലോയിങ് ടെക്സ്ചറാണ്. അതിൻ്റെ കൂടെ നമ്മുടെ BB+ ക്രീം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ നമുക്കൊരു അടിപൊളി വെഡ്ഡിംഗ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്കിന്നിനോട് നല്ല ചേർന്ന് കിടക്കുന്ന ഒരു മേക്കപ്പാണ് കേട്ടോ. ഒരു ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഇതിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും BB ക്രീം ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഈ അൺഡ്രൈ ഭാഗം സ്കിപ്പ് ചെയ്യുക. നമ്മൾ പിന്നെ അത് കൺസീലറുണ്ട്, ഒരു ബ്രൈറ്റ് കൺസീലറുണ്ട്, അത് കവറപ്പ് ചെയ്യും. അപ്പോൾ അതിന് താഴോട്ട് ചെയ്യുക. അടുത്തത് നമ്മൾ BB ക്രീം ഇട്ടു, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു. ഇനി അടുത്ത കൺസീലറാണ്. കൺസീലർ ലോറിയൽ പാരീസിന് ഇൻഫ്ലേമബിൾ ഫുൾ വെയർ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 314 ബീച്ച് ഷെയ്ഡാണ്. അപ്പോൾ ഇനി നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്യാം. ഇനി നമ്മുടെ ഐബ്രോസ് ആണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഒരു അടിപൊളി മോസ്റ്റ് അഫോർഡബിൾ ഒരു ഐബ്രോ പാലറ്റാണ്. ദ ബ്രോ എഡിഷൻ ആമസോൺ വാങ്ങിച്ചതാണ്. 130 സംതിങ് ആണ്. അടിപൊളിയാണ്. ഇതൊരു പൗഡർ ഫോമിലാണ് കേട്ടോ. അപ്പോൾ ഒരു ബ്രൗൺ കളർ എടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഐബ്രോ പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് സെറ്റിംഗ് പൗഡർ കൊണ്ട് സെറ്റ് ചെയ്യണം. ഒരു ബനാന പൗഡറാണ്, ഇൻസൈറ്റിൻ്റെ ഒരു ബനാന പൗഡറാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് അണ്ടർ ഭാഗവും നമ്മുടെ ഈ നോസിൻ്റെ ഭാഗമൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, ഈ സ്റ്റെപ്പ് ഇപ്പം നമുക്കൊരു ഈ പൗഡർ യൂസ് ചെയ്യാത്തവർക്ക് ഈ സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ അടുത്ത് നമ്മുടെ ഐ മേക്കപ്പാണ്. ഐ മേക്കപ്പിന് ഞാൻ ഒരു ന്യൂഡ് ബൈ ഹുഡ ഗേൾ എന്ന് പറഞ്ഞിട്ടൊരു സെറ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫൗണ്ടേഷൻ ഷെയ്ഡില്ല, അതുകൊണ്ട് നമ്മുടെ കണ്ട മണ്ടയിൽ നന്നായിട്ട് ഒരു ബേസ് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ തന്നെ അപ്പുറത്തും. ഓക്കെ, ഇനി ഞാനൊരു നമ്മുടെ ഈ ഒരു പിങ്ക് ഒരു ഡാർക്ക് ഷെയ്ഡ് എടുക്കുന്നുണ്ട്, റോ എന്ന് പറഞ്ഞിട്ട്. അത് ബേസായിട്ട് കൊടുക്കുക.
അതേപോലെ തന്നെ അപ്പുറത്ത് കൊടുക്കുക. ഓക്കെ, അത് തന്നെ നമ്മുടെ കണ്ണിൻ്റെ താഴെ അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ചെറിയൊരു വിങ്ഡ് അല്ല, ചെറിയൊരു വിങ്ഡ് ഐലൈനർ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെയും ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഐ മേക്കപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് ബ്ലഷിലോട്ട് പോവാം. ഞാനിവിടെ മാർസിൻ്റെ ഒരു ഹൈലി പിഗ്മെൻറ്റഡ് ബ്ലഷാണ് എടുത്തേക്കുന്നത്, ഷുഗർ റഷ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് Rose/04. ഹൈലി പിഗ്മെൻറ്റഡ് ആണ്, ഒരു ശക്കല ഇട്ടാൽ മതി കേട്ടോ. അപ്പം നമുക്ക് ബ്ലഷ് ഇടാം. ഓക്കേ, അടുത്തത് കോണ്ടൂറിങ് ആണ്. അപ്പം നോസ് കോണ്ടൂർ ചെയ്യാൻ ഒരു ക്രീം കോണ്ടൂർ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇൻസൈറ്റിൻ്റെ തന്നെ നമ്മുടെ ഹൈലൈറ്റർ പ്ലസ് കൺസീൽ കോണ്ടൂർ സ്റ്റിക്കാണ്. അപ്പോൾ അതിലൊരു ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് നമ്മുടെ നോസ് നന്നായിട്ട് കോണ്ടൂർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് നമുക്ക് സ്മഡ്ജ് ചെയ്യാം. അപ്പം ഹൈലൈറ്ററാണ്, ഇൻസൈറ്റിൻ്റെ ഒരു ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഇതെടുത്തിട്ട് നമുക്ക് പിന്നെ ലിപ്സ് പാർട്ടാണ്. നമ്മുടെ ഹൈലൈറ്റിങ്ങും എല്ലാം കഴിഞ്ഞു. അപ്പം ലിപ്സിന് മാർസിൻ്റെ എഡ്ജ് ഓഫ് ഡിസയർ എന്ന് പറഞ്ഞ ലിപ് ലൈനറിൽ 14 ചോക്കോ ബട്ടർ എടുത്തിട്ടുണ്ട്. ഇതൊരു മസ്റ്റ് ഹാവ് ആണ്, എല്ലാ ലിപ്സ്റ്റിക്സിനും കൂടെ പോകുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈനിങ് കൊടുക്കുക. ഓക്കെ, ഇത് നമുക്ക് നമ്മുടെ ലിപ്സ്റ്റിക് ഇടാം. മാബെലിൻ്റെ അൺറിവെൽഡ് 830 എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്, ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ്. ഇപ്പം നമ്മുടെ മേക്കപ്പ് കുറച്ച് സട്ടിലല്ലേ, നമ്മുടെ കണ്ണുമൊക്കെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ലിപ്പ് ഒന്ന് ഹെവി ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ലിപ് ഗ്ലോസും കൂടി ഇട്ടു അതിൻ്റെ പുറത്ത്. കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത് നമ്മുടെ മേക്കപ്പ് ഫിക്സർ. ഞാൻ മൈക്ലാമിൻ്റെ മേക്കപ്പ് ഫിക്സറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മേക്കപ്പ് കംപ്ലീറ്റ് ആയി. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അടിപൊളി, ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെഡ്ഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്കാണ്. അതും BB ക്രീമിൽ നല്ല സട്ടിലായിട്ടുള്ളൊരു മേക്കപ്പാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്താണ്, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.